2020 ലോകകപ്പിൽ ഇന്ത്യയുടെ രണ്ടാം സൂപ്പർ 8 പോരാട്ടം സിംബാബ്വെക്കെതിരെ നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയോട് 76 റൺസിന് തോറ്റ ഇന്ത്യക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റ അപ്രതീക്ഷിത പ്രദർശനം ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ സൂര്യകുമാർ യാദവും സംഘവും തയ്യാറെടുക്കുന്നു. എതിരാളികൾ സിംബാബ്വെ തന്നെയാണ്. അവർ നിസ്സാരക്കാരല്ലെന്ന് ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. ഓസ്ട്രേലിയയും ശ്രീലങ്കയും മുട്ടുകുത്തിച്ച ആ വീര്യം അവരുടെ പക്കലുണ്ട്. ഒരു തോൽവി എന്നാൽ ഇന്ത്യക്ക് പുറത്തേക്കുള്ള വഴിയാകാം. അതുകൊണ്ട് തന്നെ ഓരോ പന്തിലും ഓരോ ശ്വാസത്തിലും ആവേശം നിറഞ്ഞ മത്സരമായി ഇത് മാറും. ചരിത്ര താളുകളിലേക്ക് കണ്ണോടിച്ചാൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. ഇതുവരെ ഇരു ടീമുകളും 13 തവണ 2020 ഏറ്റുമുട്ടിയപ്പോൾ 10 തവണയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. കേവലം 3 തവണ മാത്രമാണ് സിംബാബ്വെക്ക് അത്ഭുതം സൃഷ്ടിക്കാനായത്. ലോകകപ്പ് വേദിയിൽ ഇതിനു മുമ്പ് 2022 മെൽബണിൽ വെച്ചാണ് ഇന്ത്യയും സിംബാബ്വെയും നേർക്കുനേർ വന്നത്. അന്ന് 71 റൺസിന് ഇന്ത്യ അവരെ തകർത്തുവിട്ടു. പക്ഷേ 2026 ഈ ലോകകപ്പ് കഥ മാറ്റി എഴുതുകയാണ്. സിക്കന്ദർ റാസ എന്ന നായകൻ നയിക്കുന്ന സിംബാബ്വെ ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ കരുത്തുള്ളവരാണ്. കേവലം ഒരു ജയം നേടിയാലും ഇന്ത്യക്ക് സെമിയിൽ പ്രവേശിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സിംബാബ്വെയുടെ വമ്പൻ ജയം ലക്ഷ്യമിട്ടിറക്കുന്ന ഇന്ത്യ കഠിന പരിശീലനമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ മത്സരത്തിന് മുമ്പ് ഇന്ത്യയുടെ സൂപ്പർ താരം റിങ്കു സിംഗ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അച്ഛൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടാണ് റിങ്കു നാട്ടിലേക്ക് പോയത്. ഇന്നലെ നടന്ന പരിശീലനത്തിൽ റിങ്കു പങ്കെടുത്തിരുന്നില്ല. നാട്ടിലേക്ക് മടങ്ങിയ റിങ്കു സിംബാബ്വെ മത്സരത്തിന് മുമ്പ് മടങ്ങിയെത്താൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ സഞ്ജു സാംസണിന് സീറ്റ് ഉറപ്പിക്കാം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോൽവിയോടെ വലിയ വിമർശനം ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെതിരെ ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ പരീക്ഷണങ്ങളെല്ലാം പാളുകയാണെന്ന് പറയാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഞ്ജുവിനെ സിംബാബ്വെക്കെതിരെ കളിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടിക്കിട്ട് വരുമ്പോൾ 3-ാം നമ്പറിൽ ഇഷാൻ കിഷൻ വരാനാണ് സാധ്യത. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് തുടരുമ്പോൾ 5-ാം നമ്പറിലേക്ക് തിലക് വർമ്മ എത്തിയേക്കാം. 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും 7-ാം നമ്പറിൽ റിങ്കു സിംഗിന് പകരം ശിവൻ ദുബെയും കളിക്കും. ടീമിൽ ഇത്തരമൊരു മാറ്റം ഇന്ത്യ വരുത്താനാണ് കൂടുതൽ സാധ്യത. ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം വമ്പൻ ജയമാണ്. സിംബാബ്വെക്കെതിരെ 10 ഓവറിനുള്ളിൽ കളി ജയിക്കുന്ന തരത്തിൽ ബാറ്റിംഗ് വെടിക്കെട്ട് പുറത്തെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കണം. അതിനായുള്ള മുന്നൊരുക്കത്തിലാണ് താരങ്ങളെല്ലാം. ഇതിനായി വെടിക്കെട്ട് താരങ്ങളെല്ലാം ഇന്ത്യ കളിപ്പിച്ചേക്കാം. ഇന്ത്യയുടെ ബൗളിംഗ് നിര മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബൗളിംഗ് നിരയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. മോശം ഫോമിലുള്ള വാഷിംഗ്ടൺ സുന്ദറിന് പകരം ഇന്ത്യ വൈസ് ക്യാപ്റ്റനായ അക്ഷർ പട്ടേലിനെ കളിപ്പിച്ചേക്കും. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അക്ഷർ പട്ടേലിനെ ഇന്ത്യ പുറത്തിരുത്തിയത് വലിയ വിമർശനത്തിന് കാരണമായിരുന്നു. എന്തായാലും സിംബാബ്വെ പോരാട്ടം ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. തകർപ്പൻ ജയത്തോടെ സെമി ഫൈനൽ നിർത്താൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരെ വമ്പൻ ജയം നേടുക ഇന്ത്യക്ക് എളുപ്പമാവില്ല. അതുകൊണ്ട് തന്നെ സിംബാബ്വെയെ പഞ്ഞിക്കിടാൻ നിറച്ചാവും ഇന്ത്യ ഇറങ്ങുക. കിരീട ഫേവറേറ്റുകളിൽ വന്ന ഇന്ത്യ സെമി കാണാതെ പുറത്താകില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു മത്സരമല്ല, നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. പരീക്ഷണങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകാൻ സൂര്യകുമാർ യാദവിനും സംഘത്തിന് ലഭിച്ച ഏറ്റവും വലിയ അവസരം. സഞ്ജു സാംസണിന്റെ സാന്നിധ്യവും ബാറ്റിംഗ് നിരയിലെ മാറ്റങ്ങളും ഇന്ത്യയെ വിജയവഴിയിൽ തിരിച്ചെത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സിക്കന്ദർ റാസയുടെ തന്ത്രങ്ങളെ മറികടന്ന് മെൽബണിലെ ആ പഴയ വിജയം ഇന്ത്യ ആവർത്തിക്കുമോ, അതോ സിംബാബ്വെ ലോകകപ്പ് വേദിയെ അമ്പരപ്പിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.